പ്രഭാത വന്ദനങ്ങൾ. ഇന്നേ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുമായിട്ടിരിക്കുമ്പോൾ അവരെ ഉറപ്പിക്കേണ്ടതിനും ധൈര്യപ്പെടുത്തേണ്ടതിനുമായി പറഞ്ഞ ചില വാക്യഭാഗങ്ങളാണ് നാം 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നത്. കർത്താവ് ആദ്യം പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരു ചിന്തകൻ പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിലെ ഹാർട്ടല്ല, വേദശാസ്ത്രത്തിലെ ഹാർട്ട്, അഥവാ കാർഡിയോളജിയിലെ ഹാർട്ടല്ല, തിയോളജിയിലെ ഹാർട്ട്. കാർഡിയോളജിയിലെ ഹാർട്ട് പരിശോധിച്ച് റിപ്പോർട്ട് കിട്ടാൻ നമുക്ക് സമയത്തിന് എടുക്കും. എന്നാൽ തിരുവഴുത്തിലെ ഹാർട്ട്, തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഹൃദയം, അത് പരിശോധിച്ച് റിപ്പോർട്ട് തരാൻ യേശുവിന് 1 നിമിഷം മതി. അങ്ങനെ കർത്താവ് റിപ്പോർട്ട് പറഞ്ഞ എത്രയോ സംഭവങ്ങളുണ്ട്. എന്നാൽ ഹൃദയം കലങ്ങിപ്പോയാൽ അത് സാരമായി ജീവിതത്തെ ആകമാനം ബാധിക്കും. ഒരിക്കൽ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ കർത്താവ് ഇരിക്കുമ്പോൾ മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരുന്നു. ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ടെന്നാണ് അവിടെ വായിക്കുന്നത്. എന്നാൽ മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു. അവൾക്ക് വലിയ കൊഴിച്ചിലുമില്ല, പല വിചാരവുമില്ല. യേശു മാർത്തയോട് പറഞ്ഞ ഒരു ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു: മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. അപ്പൊ മനസ്സ് കലങ്ങാൻ കാരണം പലതിനെ ചൊല്ലിയുള്ള വിചാരങ്ങളാണ്. നമ്മൾ എത്ര പ്രയത്നിച്ചാലും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിചാരങ്ങൾ ഹൃദയത്തിൽ കടന്നു വരാൻ സാധ്യതകളുണ്ട്. അവിടാണ് പൗലോസ് പറയുന്നല്ലോ, ഇവയിലൊക്കെ ജയം തന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. എന്നാൽ ഹൃദയമാണ് എപ്പോഴും ശത്രു അല്ലെങ്കിൽ പിശാച് ലക്ഷ്യം വയ്ക്കുന്നത്. ഉദാഹരണം, ജനത്തെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. അത് പിശാചാണ് ഹൃദയത്തിൽ ആ തോന്നൽ കൊണ്ടുവന്നത്. അതുമൂലം ഉണ്ടായ അതിന്റെ കോൺസിക്വൻസസ് നമുക്കറിയാം. അതിന്റെ പരിണത ഫലങ്ങൾ വളരെ ദോഷകരമായിരുന്നു, വലിയ വിപത്തായി മാറി. അതുപോലെ തന്നെ അപ്പക്കഷ്ണം വാങ്ങുമ്പോൾ, കർത്താവ് എടുത്തു കൊടുക്കുന്ന അപ്പക്കഷ്ണം വാങ്ങുമ്പോൾ സാത്താൻ യൂദയിൽ കടന്നു. അവന്റെ ഹൃദയം സാത്താൻ കൈവശമാക്കി. അന്യാസിനോടും സഫീറിയോടും അല്ലെങ്കിൽ അന്യാസിനോടും പത്രോസ് ചോദിക്കുന്നു, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എങ്ങനെ? അപ്പോൾ അവരും ആ പ്രവൃത്തി ചെയ്യാൻ കാരണം സാത്താൻ ഹൃദയം കൈവശമാക്കി. അതും ഭയങ്കര കൂട്ടായ്മ നടക്കുന്ന സമയം. പക്ഷെ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ 100 മേനി വിളവ് നടക്കുന്ന സമയം. അന്നേരം അവിടെ ഹൃദയത്തെ കൈവശമാക്കാൻ സാത്താന് കഴിയും. അപ്പൊ ഏത് സമയത്തും ഹൃദയം കൈവശമാക്കാൻ സാത്താന് കഴിയും. നമ്മൾ അതിന് ഇടം കൊടുക്കരുത്. അതുകൊണ്ടാണ് തിരുവഴുത്ത് പറയുന്നത്, പിശാചിന് ഇടം കൊടുക്കരുത്, എതിർത്ത് നിൽപ്പീൻ എന്നൊക്കെ നാം വായിക്കുന്നത്. അല്പം ഇടം നാം ഒരുക്കി കൊടുത്താൽ പിന്നെ അത് കയറും. എതിർത്ത് നിന്നില്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കും. ഹൃദയം കലങ്ങരുത്. പൗലോസ് അതിന് പറഞ്ഞ ഒരു പ്രത്യേക കാര്യം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വാഴുന്നു. അപ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം
കലങ്ങിപ്പോകാൻ ഇടവരികയില്ല. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് യാത്ര ചെയ്തു പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന രണ്ട് മറ്റ് ഇതര മതങ്ങളിൽപ്പെട്ട സന്യാസിമാരുണ്ടായിരുന്നു. അവർക്കെന്തോ കാര്യങ്ങൾ ചെയ്യണം, അതിന് സാധു അടുത്തിരുന്നതുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയത്തില്ല. സാധു സുന്ദർ സിംഗിനോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ പുസ്തകം മാറ്റി വയ്ക്കാമോ? പറഞ്ഞു, മാറ്റി വെച്ചു. പിന്നെ സാധു സുന്ദർ സിംഗിനോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരം ഇച്ചിരി അകന്നിരിക്കാമോ? അദ്ദേഹം അകന്നിരുന്നു. എന്നിട്ടും അവർ വിചാരിച്ചതുപോലെ എന്തോ അവരുദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല. ഒടുവിൽ ഒരു സാധു സുന്ദർ സിംഗിനോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുവനുണ്ട്, അവനെ എടുത്ത് മാറ്റാമെങ്കിൽ ഞങ്ങൾക്ക് ചിലത് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. നമ്മുടെ ദേഹത്തെ കൊല്ലുവാൻ മനുഷ്യന് കഴിയും. നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വാഴും. ആകയാൽ ഹൃദയം കലങ്ങിപ്പോകാതെ എല്ലാ വിചാരങ്ങളെയും പിടിച്ചടക്കി എനിക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാൻ തക്കണം കർത്താവ് കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.